ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് ഞണ്ട് കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അതെങ്ങനെയാണ് റെഡിയാക്കണം നോക്കിയാൽ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഞണ്ട് കറി ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ മഞ്ഞ കളർ ഇരിക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞങ്ങൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ അതിനുശേഷമാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തത്. അതാണ് ഇതൊക്കെ മഞ്ഞ കളർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലോട്ട് കടുക്, മുഴുവൻ പെരുംജീരകം, കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് ഒന്ന് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ്. ഇവിടെ ചെറിയ ഉള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഒന്ന് എടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 തക്കാളി അരിഞ്ഞതോടെ ഒന്ന് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇനി നമുക്ക് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മളെ ഞണ്ടിന് വേവാനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ചൂട് ഒന്ന് ഒഴിക്കാനുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു തിള വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടെടുക്കാം. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലോട്ടൊന്ന് ചേർത്തെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലിടന്ന് ഒന്ന് ഞണ്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അവസാനം നമുക്ക് നല്ല കട്ടിയുള്ളൊരു തേങ്ങാപ്പാലോടെ ഇതിൽ വിത്തുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് വേവട്ടെ ഈ അരപ്പിലൊന്ന്. ഇനി നമുക്കിതൊന്ന് അടച്ചൊന്ന് വയ്ക്കാം. നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊരു തിളയൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി മരിച്ചിനിയും നമ്മുടെ വാളക്കരുവാട് ഫ്രൈ ചെയ്തതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരെ ബൈ.